അള്ളാഹു തന്ന സമ്മാനമാണ് മക്കൾ. ആ മക്കൾ വഴിതെറ്റിപ്പോയാൽ, ആ മക്കളെ ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ പിന്നെ നമുക്ക് കണ്ണുനീരാണ്. എത്രയോ ഉമ്മമാര് കണ്ണുനീരോടെ വീട്ടകങ്ങളിൽ ദുആ ചെയ്യുന്നുണ്ട്, പടച്ചവന്റെ കുട്ടിയുടെ സ്വഭാവം നന്നാകാൻ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് ചെയ്തു കൊടുത്ത തലയിൽ കൈവച്ച്, ഏതൊരു ഉമ്മയാണോ വല്യുമ്മയാണോ വല്യുപ്പയാണോ തന്റെ മക്കളെ പേരക്കിടാങ്ങളെ തലയിൽ കൈവച്ച് 3 വട്ടം ഇത് പറയുന്നത്, ഇബ്ലീസ് പോലും ഇബ്ലീസ് അടുക്കുക പോലുമില്ല എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു ദുആയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ ദുആ പതിവാക്കുന്നവർ, ഈ ദുആ മക്കൾക്ക് മന്ത്രിക്കുന്നവർ ഒരു കേസിലും പെടൂല, ഒരു കുടുക്കിലും പെടൂല, ഒരു ചതിയിലും പെടൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവാണോട് ഇരിക്കാനും നമുക്ക് കേൾക്കാനും എനിക്ക് പറയാനും ഒക്കെ തൗഫീഖ് തന്നത് അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എന്താ സദസ്സ് പിരിയും. അള്ളാഹ് കബൂലാക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ ഇന്ന് ദിനേന ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മക്കൾ പോകുന്ന രീതികൾ, മക്കളുടെ നിലപാടുകൾ, മക്കൾ അകപ്പെടുന്ന കേസുകൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുകയാണ്. കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമകളായ ഒരു തലമുറകളായി നമ്മുടെ മക്കൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. മക്കളെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമാണ്, അയൽവാസികൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ ഓരോ പൊല്ലാപ്പിൽ ചെന്ന് ചാടുമ്പോഴാണ് മൂക്കത്ത് കൈവച്ച് പോകുന്നത്, ഇല്ലേ? ഇന്നും നമ്മുടെ തിരുവനന്തപുരത്ത് ഞെട്ടല് മാറിയിട്ടില്ല. മുഹമ്മദ് അഫാൻ എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ ആ ഒരു കുറ്റകൃത്യം കാരണം ഒരു കുടുംബത്തെ മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. നല്ല അഭിപ്രായമാണ് ആളുകളെ കുറിച്ച്, ആളുകൾക്ക് ആ പൊന്നും ആ മകനെ കുറിച്ച്. മനുഷ്യനാണെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് കാട്ടാളനായി പോയി. ആ ചിന്തകൾ മാറിപ്പോയി. അള്ളാഹു തന്ന സമ്മാനമാണ് മക്കൾ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, മക്കൾ, ഭാര്യ, കുടുംബമൊക്കെ കൺകുളിർമയാകണം. നിങ്ങൾ ദുആ ചെയ്യൻ, റബ്ബനാ ഹബ് ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാൽ മുത്തഖീന ഇമാമ. നിങ്ങളുടെ മക്കളെ കൺകുളിർമയാകണം, അതിന് നിങ്ങൾ ദുആരക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ മക്കൾ നമുക്ക് വലിയ സന്തോഷമാണ്, സമ്മാനമാണ്. അലൗലാദു ഹദിയത്തുല്ലാ, അള്ളാഹുവിന്റെ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഒരു തലമുറയുടെ തുടക്കമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്ന് മക്കൾ കൈവിട്ട കളി കളിക്കുന്ന ഒരു കാലമാണ്. മക്കൾ ഇന്ന് കൈവിട്ട കളി കളിക്കുന്ന കാലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മക്കൾ നമുക്ക് കൺകുളിർമയാകണം. എങ്കിൽ ഉമ്മമാരെ, ഇന്നൊരു അത്ഭുതത്തിന്റെ ദുആ നമ്മൾ പഠിക്കാണ്. നമ്മുടെ മക്കളെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് ഈ ദുആ ഒരു 3 വട്ടം ചൊല്ലിയിട്ട് ഒന്ന് ഊദിൻ. ഇഷ്ഫി 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 എന്ന് പറഞ്ഞു ഊദിൻ. ഇബ്ലീസിന് പോലും പേടിയുള്ള, ഇബ്ലീസിന് പോലും അടുക്കാൻ കഴിയാത്ത കവചമാണെന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അങ്ങനെ പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങളുടെ ഗുണവും പറഞ്ഞിട്ടുണ്ട്, ദോഷവും പറഞ്ഞിട്ടുണ്ട്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് സമ്പത്താണ്, അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതിന്റെ ഗുണവും ദോഷവും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അനുഗ്രഹമാണെന്നും പറഞ്ഞു, അദാബാണെന്നും പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യമാണ് മക്കൾ എന്നുള്ളത്. മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹവുമാണ്, അത് പരീക്ഷണവുമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യം. ഉമ്മമാര് ശ്രദ്ധയോടെ കേൾക്കണം. കാരണം എന്താ? വാപ്പമാര് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരമാണ് വരുന്നത്. പോകുമ്പോ മക്കളെ ഉറക്കെഴുന്നേറ്റിട്ടുണ്ടാവൂല, വൈകുന്നേരം വരുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പൊ കൂടുതൽ അറ്റാച്ച്മെന്റ്, കൂടുതൽ ബന്ധം ഉമ്മമാരോടാണ്. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത്, അൽ ഉമ്മു മദ്റസത്തുൻ. ഉമ്മമാരാണ് കുടുംബത്തിന്റെ മദ്രസ, മക്കളുടെ വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസത്തിന്റെ ഉറവിടം ഉമ്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾ നന്മകൾ പഠിക്കേണ്ടത് മദ്രസയിൽ പോകുമ്പോഴല്ല, അങ്കണവാടി പോകുമ്പോഴല്ല, പ്ലേ സ്കൂളിൽ പോകുമ്പോഴല്ല, ഉമ്മമാരിൽ നിന്നാണ്. ഉമ്മമാരെ, വർത്തമാനം നിങ്ങൾ സൂക്ഷിക്കണം. ഉമ്മമാരെ, ഫോണുകൾ നിങ്ങൾ സൂക്ഷിക്കണം. ഉമ്മമാരെ, നിങ്ങൾ ഇടപാടുകൾ സൂക്ഷിക്കണം. കാരണം എന്തേ? മക്കൾ നിങ്ങളെയാണ് വീക്ഷിക്കുക. വാപ്പാനെ വളരെ കുറച്ച് മണിക്കൂറുകളെ കിട്ടുള്ളൂ. ഉമ്മ അങ്ങനെയല്ല, പൂർണ്ണമായി ഉമ്മയോടൊപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എപ്പോഴും നമ്മൾ നല്ല തർബിയത്തിലാക്കൽ ഉമ്മമാരുടെ ബാധ്യതയാണല്ല, വാപ്പമാർക്ക് ബാധ്യത ഇല്ലാന്നല്ല. കൂടുതൽ ബന്ധം ഉമ്മമാരോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമയാക്കണം. നമ്മുടെ മക്കൾ നിബിധങ്ങൾ പറഞ്ഞെന്താ? അദ്ദിബു ഔലാദക്കും സലാസ ഹിസാൽ. നിങ്ങളുടെ മക്കളെ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം. ഒന്നാമത് നിബിധങ്ങൾ പറഞ്ഞത്, സുഹാബ തഅലീമുൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം.
നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് ഖുർആൻ ഓതാൻ അറിയാം? ഉസ്താദേ, മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, യാസീൻ ഓതാൻ അറിയില്ല, ബഖറ ഓതാൻ അറിയില്ല, ആയത്തുൽ കുർസി അറിയില്ല, ആമന റസൂൽ അറിയില്ല. അന്ന് അറിയാമായിരുന്നു, ഇപ്പൊ അത് മറന്നുപോയി. എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ഒന്നാമത്തെ തഅലീമുൽ ഖുർആൻ, 2 ഹുബ്ബുൻ നബി, പ്രവാചക സ്നേഹം നമ്മൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം, മദ്ഹുകൾ പാടി കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയണം. മൂന്നാമത്തത് ഹുബ്ബു അഹ്ലിൽ ബൈത്ത്, പ്രവാചക പരമ്പരയെ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ, തങ്ങന്മാരെ സ്നേഹിക്കാൻ, ആദരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സംഘടന നോക്കാതെ, കൊടികിടി നോക്കാതെ, ഒന്നും നോക്കാതെ അഹ്ലു ബൈത്താണോ ആദരിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിൽ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഇവൻ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ അല്ലാ എന്ന് പറഞ്ഞില്ലേ അല്ലേ? എത്രയോ ഉമ്മമാര്, വാപ്പമാര് ലൈവിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ വന്ന് എനിക്ക് ആ മകനെ കാണണ്ട, എനിക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ എത്രയോ മക്കൾ, എത്രയോ മാതാപിതാക്കൾ. നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹ്ശറയിലും മക്കള് കാരണം അഭിമാനിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കള് കാരണം സങ്കടപ്പെടുന്ന മാതാപിതാക്കളും ഉണ്ടെന്ന് നബീന റസൂലുള്ളാഹി. മക്കള് കാരണം താജും മിനൻ നൂർ, പ്രകാശത്തിനാലുള്ള തലപ്പാവ് വെച്ച് കൊടുക്കുന്ന, കിരീടം വെച്ച് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം എന്താ? മക്കള് കാരണമാണ്. നിബിധങ്ങൾ പറഞ്ഞു, ചില മാതാപിതാക്കൾ കരയും, പടച്ചവനെ ഈ എന്റെ ഉമ്മയെ വാപ്പയെ കിട്ടിയിരുന്നെങ്കിൽ അവരെ ചവിട്ടിയിട്ട് മഹ്ശറയിൽ കാല് കുത്തി നിൽക്കാമായിരുന്നു എന്ന് മക്കൾ കൊതിക്കുമെന്നും അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കള് നരകവുമാണ് സ്വർഗവുമാണ് നമ്മുടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളെ നന്നാക്കണം. അതിന് ഉസ്താദ് എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ആ 2 പേരെങ്ങനെ എടുത്തു വിളിക്കും. നമ്മുടെ നബിതങ്ങൾ ഇങ്ങനെ മടിയിലിരുത്തും. നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു പേരക്കിടാങ്ങളോട്. ആന കളിക്കുമായിരുന്നു, നബിതങ്ങൾ ഓട്ടമത്സരം നടത്തുമായിരുന്നു, നബിതങ്ങൾ തോളിൽ ചുമക്കുമായിരുന്നു. ഇതൊക്കെ നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നബിതങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ 2 മക്കളുടെയും തലയിൽ എല്ലാ ദിവസവും മന്ത്രിച്ചു കൊടുത്തിരുന്ന ഒരു മന്ത്രം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല മകനാകാൻ, സ്വാലിഹാകാൻ ഇബ്രാഹിം നബി ഓതിയിരുന്ന ദുആയാണ്. ഉമ്മമാരെ, നമ്മുടെ പേരക്കിടാങ്ങളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ആ മക്കളുടെ തലയിൽ കൈവച്ച് എല്ലാ ദിവസവും ഇതൊന്ന് ഓതി കൊടുക്കണം. നമ്മുടെ മക്കൾ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോഴെങ്കിലും ചെന്നിട്ട് തലയിലേക്കൊന്ന് കൈവെക്ക്, എന്നിട്ടൊന്ന് ഓതി കൊടുക്കും. നമ്മുടെ മക്കൾ കാരണം നമുക്ക് കണ്ണീര് കുടിക്കാതിരിക്കാൻ ഇത് വലിയ നേട്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഒന്നുകൂടി കേട്ടോ. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഒന്നുകൂടി ചൊല്ലിക്കോ. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പടച്ചവനെ, ഉഈദുക നിന്നോട് കാവലിനെ തേടുന്നു, ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവേ നിന്റെ പൂർണ്ണമായ ഇസ്മുകളെ കൊണ്ട്, നിന്റെ നാമങ്ങളെ കൊണ്ട് അല്ലാഹു നിന്നെ കൊണ്ട് ഞങ്ങൾ കാവൽ തേടുകയാണ്. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, ശപിക്കപ്പെട്ടവനായ നശിപ്പിക്കുന്ന ഇബ്ലീസിനെ തൊട്ട് കാവൽ തരണേ അല്ലാഹ്. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, നശിപ്പിക്കുന്ന കണ്ണേറുകളെ തൊട്ട്, ദുർബോധനങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഉഈദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദുആ നമ്മൾ ചൊല്ലണം എല്ലാ ദിവസവും ഒരു 3 വട്ടം. രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം ചൊല്ലാൻ കഴിയുമെങ്കിൽ ഏറ്റവും അഫ്ളലാണ്. ഇനി അതിന് സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ രാത്രി, ഉസ്താദേ എന്റെ മകൻ വലുതായി, അവനിതൊന്നും സമ്മതിക്കൂല, ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ കയ്യിലേക്കൊന്ന് അടുത്തേക്ക് ചെന്നിട്ട് തലയിലൊന്ന് കൈവച്ച് ഊതിയിട്ട് മന്ത്രിക്കുകയൊന്ന് ആലോചിച്ച് നോക്കിയേ. കള്ളു കുടിച്ച് കയറി വരുന്ന മക്കളുടെ അവസ്ഥ, കഞ്ചാവ് കേസിൽ പെട്ടു എന്ന് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്ന അവസ്ഥ, അന്യ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് കേൾക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, മക്കൾ നമ്മുടെ നിഅമത്താണ് എന്ന് കരുതി ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കെ കടിച്ച് വളർത്തണമെന്ന് കാരണവാൻ പറയും. നമ്മുടെ മക്കളെ നേരായ പാതയിൽ നമ്മുടെ പേരക്കിടാങ്ങൾ ഉണ്ടാവും. നമ്മളെ മക്കളൊക്കെ വളർന്ന് പെണ്ണ് കെട്ടി വലിയ മക്കളായി. ഉസ്താദേ, എനിക്കും വേറെ കുട്ടികളൊന്നുമില്ല, പേരക്കിടാങ്ങളില്ലേ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ആ മക്കളെ ഈ ശീലങ്ങൾ പഠിപ്പിക്കണം. ഉറപ്പായും ആ മക്കൾ നന്നാകും. ആ മക്കൾ നന്നായ നാളെ സ്വർഗത്ത് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചില മാതാപിതാക്കൾ കബൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ? അവർ നിസ്കാരമുള്ളവരാ, നോമ്പുള്ളവരാ, സ്വതക്കുള്ളവരാ. എന്തിനാ ശിക്ഷ എന്നറിയോ? ദുനിയാവിൽ അവരുടെ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ കാരണമെന്ന് നബിയുനാ
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതി നമ്മൾ കണക്ക് പറയേണ്ടി വരും. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, അപ്പമാരെ, അതുകൊണ്ട് എപ്പോഴും ദുആരക്കണം. റബ്ബന ഹബിലന മിന അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാ. പടച്ചവനെ, എന്നെ ഇതൊന്നും അറിയില്ല എങ്കിൽ മലയാളത്തിൽ ദുആരന്ന് പടച്ചവനെ, എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹത്താക്കണേ അല്ലാ, ഒരു ആവത്തിൽ അപകടത്തിനും പെടുത്തല്ലേ അല്ലാ, ഇബ്ലീസിൽ നിന്ന് കാവൽ തരണേ അല്ലാ. ആത്മാർത്ഥമായി ദുആ ചെയ്തോ, ഉറപ്പായും അള്ളാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ ദുആ 3 വട്ടം മക്കളുടെ തലയിൽ കൈവച്ച് മന്ത്രിക്കിൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മന്ത്രിക്കാൻ മറ്റുള്ള ഉസ്താദുമാരുടെ അടുത്ത് പോകണ്ട എന്നതിനർത്ഥം ഇതെല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും രോഗങ്ങൾ വന്ന, ബുദ്ധിമുട്ട് വന്ന ഉസ്താദുമാരെ, തങ്ങന്മാരെ കൊണ്ട് മന്ത്രിക്കുന്നത് പ്രത്യേക സുന്നത്താണ്, നല്ല കൂലിയുമാണ്, നല്ല പ്രതിഫലവുമാണ്. ഇൻഷാ അല്ലാഹ് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആ നിങ്ങൾ പതിവാക്കി ജീവിതത്തിന്റെ ചര്യയായി മാറട്ടെ. അള്ളാഹ് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അതുപോലെ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളൊക്കെ ദ്വാരക്കണം, ഞാൻ ദ്വാരക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.